കുരുന്നു മനസ്സിൽ പതിഞ്ഞ തെയ്യങ്ങളാണ് ചിത്രങ്ങളായി പിറവിയെടുത്തത്. കമ്മാടത്ത് ഭഗവതി, പടക്കത്തി ഭഗവതി, പുതിയ ഭഗവതി തുടങ്ങി നേരിട്ട് കണ്ടതും അല്ലാത്തതുമായ 39 തെയ്യങ്ങളെയാണ് നമ്രത് എന്ന 2ാം ക്ലാസ്സുകാരൻ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തിവെച്ചത്. ആടയാഭരണങ്ങളും മുഖത്തെഴുത്തുകളുമായി ഗാംഭീര്യം നിറഞ്ഞ തെയ്യരൂപങ്ങൾ എത്ര ലളിതമായാണ് കുരുന്നു മനസ്സുകളിൽ പതിയുന്നതെന്ന് ഈ ചിത്രങ്ങൾ പറയുന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത ചിത്രകാരൻ കാരക്കാമണ്ഡപം വിജയകുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അനിൽ നീലാംബരി, CV ഗിരീശൻ, രജീഷ് കുളങ്ങര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെമ്പ്രക്കാനം ശില്പകലാ അക്കാദമി വിദ്യാർത്ഥിയായ നമ്രത് വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൈക്കോട്ടുകടവ് സ്കൂളിലെ അധ്യാപകനായ നെടുവപ്പുറത്തെ അനീഷിന്റെയും രശ്മിയുടെയും മകനാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. തത്സമയം സാരംഗ് ചേർന്ന വിവരങ്ങളുമായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു 2ാം ക്ലാസ്സുകാരൻ്റെ ചിത്ര പ്രദർശനം, അതൊരു ചെറിയ കാര്യമല്ല. 2ാം ക്ലാസ്സുകാരൻ അത്ര ഭംഗിയായി ഈ കാര്യങ്ങൾ നോക്കിക്കാണുകയും അവൻ്റെ മനസ്സിലേക്ക് അത് പതിയുകയും ചെയ്യുന്നത്. ഏതായാലും ഗംഭീര ചിത്രകാരനാണല്ലേ? നമ്മൾ പലതവണയായിട്ട് ഒട്ടേറെ മുതിർന്ന കലാകാരന്മാരുടെ ചിത്രകാരന്മാരുടെയൊക്കെ തന്നെ പ്രദർശനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയൊരു കുട്ടിയുടെ കേവലം ഒരു 7 or 8 വയസ്സ് അവനുണ്ടാവുമെന്ന് സംശയമാണ്. 8 വയസ്സിന് താഴെയായിരിക്കും എന്തായാലും നമ്രതിൻ്റെ പ്രായം. അത്രയും ചെറിയൊരു കുട്ടി അവൻ നേരിട്ട് കണ്ടതും അല്ലാത്തതുമായ ആളുകൾ പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കിയിട്ടുള്ള തെയ്യങ്ങളുടെ രൂപങ്ങൾ അത്രത്തോളം സൂക്ഷ്മമായിട്ട് വരച്ച് അത് പ്രദർശനത്തിന് എത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത് നമ്രത് നടത്തുന്ന 2ാമത്തെ പ്രദർശനമാണിത്. മുൻപ് കണ്ണൂർ ജില്ലയിലും പ്രദർശനം നടത്തിയിരുന്നു. നമ്രത് കണ്ണൂർ കരിവള്ളൂർ സ്വദേശിയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്രതിൻ്റെയൊക്കെ തന്നെ അച്ഛനൊക്കെ ജോലി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടും പിന്നീട് ഒരു പ്രദർശനം നടത്തുകയാണ്. ചെറുവത്തൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നല്ല പിന്തുണ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് പഞ്ചായത്തിന് ഹാളിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ ആ ചിത്രങ്ങൾ കാണാനായിട്ട് പ്രത്യേകിച്ച് ചെറുവത്തൂർ മേഖലയിലൊക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ പെരുങ്കളിയാട്ടമൊക്കെ നടക്കുന്ന സമയത്ത് കാണപ്പെടുന്ന തെയ്യങ്ങളെയാണ് പ്രധാനമായിട്ടും നമ്രത് വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് തന്നെയാവാം ഒരുപക്ഷെ നല്ല രീതിയിൽ ആൾക്കാരുടെ പങ്കാളിത്തം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ വരുന്നുണ്ട്. വരുന്നവരെല്ലാവരും നമ്രതിനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇനിയും നല്ല കലാകാരനായി വളർന്നു വരണം, നാടിന് മാതൃകയാവുന്ന കലാകാരനാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും കലയെ ലഹരിയാക്കി മാറ്റുന്ന ഇതുപോലുള്ള നമ്രതിനെ പോലുള്ള കുട്ടികളെയാണ് നമ്മുടെ നാട് ആവശ്യപ്പെടുന്നത്. നമ്രത് ഒരു മാതൃകയാണ്. നമ്രതിനെ പോലുള്ള കുട്ടികളെ നമുക്ക് അത്തരം പ്രതിബദ്ധതയുള്ള കലാകാരന്മാരെയാണ് ആവശ്യം. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എൻ്റെ ചുറ്റുപാടുമുള്ളവർ അത് കാണുകയും സ്വാധീനിക്കപ്പെടുകയും ചെയ്യുമെന്ന ഓർമ്മയിൽ മുന്നോട്ട് പോകുന്ന കലാകാരനായി നമ്രത മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു.